പാഠം 816 18ാമത്തെ അടവ്. എന്തായാലും ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു ജോലിക്കാരൻ ഞാനും എന്തായാലും കണ്ടുപിടിക്കാൻ പോവാ. അവക്കുള്ള ശമ്പളം ഞാൻ കൊടുത്തോളാം. നടക്കോ ഇല്ലയോന്ന് ഞാൻ കാണിച്ചുതരാം മോഹനേട്ടാ. മോഹനേട്ടൻ നോക്കിക്കോ, ഒരാഴ്ചക്കുള്ള ഒരാളെ ഞാൻ കൊണ്ടുവന്നിരിക്കും. വേലക്കാരി ഇല്ലെങ്കിൽ വീട്ടിലെ ജോലിയൊന്നും ചെയ്യില്ലെന്നും പറഞ്ഞ് പ്രഹ്ലാദൻ ചേട്ടനെ പേടിപ്പിച്ച് കൊണ്ടുവന്ന വേലക്കാരിയാ. അവളെ പറഞ്ഞു വിടാൻ ഒരു വഴിയില്ലാതെ ഞാൻ തന്നെ ഇവിടെ കിടന്ന് നക്ഷത്രക്കാലെണ്ണ. സുലേനെ, കാര്യം അങ്ങ് തെളിച്ചു പറയാം. ഈ നിൽക്കുന്ന കെ മോഹനേര സാറിന്റെ ഭാര്യ സത്യഭാമ വക്കീലിന് ഒരു വേലക്കാരിയെ വേണമെന്ന് നിർബന്ധം. സാറിന് അതിൽ വലിയ താല്പര്യമില്ല. ഈ തർക്കം ഒഴിവാക്കാനുള്ള ഒരു നാടകമാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്യുന്നത്. ഞാന് ഇന്നലെ ഒരു വേലക്കാരിയുടെ കാര്യം പറഞ്ഞില്ലേ, ഉത്തമന് പരിചയമുള്ള ഏതൊരു വേലക്കാരി കിട്ടിയിട്ടുണ്ടെന്ന്. ആണോ? നല്ല സ്വഭാവമാണ്, അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ട്. പിന്നെ ശമ്പളം തീരെ കുറച്ചു കൊടുത്താൽ മതി എന്നാണ് ഉത്തമൻ പറഞ്ഞത്. ഉത്തമൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, എത്ര രൂപയാണ് ശമ്പളം എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കായിരുന്നു. അയ്യോ, അതൊക്കെ സാറിന്റെ ചേച്ചിയുടെ ഇഷ്ടം പോലെ തന്നാ മതി. മനസ്സ് കണ്ട. പിന്നെ ഈ വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റിയത് തന്നെ എന്റെ ഭാഗ്യം. അതുകൊണ്ട് ശമ്പളത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവും ഇല്ല. വേലക്കാരി വെച്ചത് ഇത്രയും വലിയ അബദ്ധമാവെന്ന് ഞാൻ കരുതിയില്ല. ഇനി എന്ത് ചെയ്യുമെന്തോ. കാഞ്ചനെ പോലുള്ള സ്ത്രീകൾക്ക് വീട്ടിൽ ഒരു വേലക്കാരി ഉണ്ട് എന്ന് പറയുന്നത് വലിയ അഭിമാനമാണല്ലോ. നാട്ടുകാരുടെ മുന്നിൽ ആളാകാൻ വേലക്കാരിയെ വെക്കും. ഒടുവിൽ ഇമ്മാതിരി കുഴപ്പങ്ങളിൽ പോയി ചാടും. അനുഭവിച്ചോ? ഇതാ ചായ. ചായ. എന്റെ മോഹനേട്ടാ, രാവിലെ സുലോചന വന്നതിൽ പിന്നെ ഇവിടുത്തെ സകല ജോലിയും ചെയ്യുന്ന ഇവള് തനിച്ചാണ്. ഇങ്ങനെയാണോ അനുസരണ കാണിക്കുന്നത്? എന്നെ പൊന്നു സാറേ, സത്യം പറഞ്ഞ നാടകമൊന്നുമില്ലാതെ വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം ഒന്നായി. ദയവായിട്ടാ സാറിന്റെ എന്നെ മുന്നിൽ കൊണ്ടുവന്നത്. അയ്യോ, ചേച്ചി എന്തിനാ രാവിലെ തന്നെ ഇങ്ങനെ അടുക്കളയിൽ കയറി കഷ്ടപ്പെടുന്നേ? ഇതൊക്കെ ചെയ്യാനല്ലേ എന്നെ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നേ. അതൊക്കെ ശരിയാ, എന്നാലും വെറുതെ ഇരിക്കും എന്നെ കൊണ്ട് പറ്റില്ല. നീ വന്നതിന് ശേഷം എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ. പിന്നെ ഞാനെന്താ ചെയ്യാ? വെറുതെ അല്ലല്ലോ ചേച്ചി, എനിക്ക് ശമ്പളം തന്നിട്ടല്ലേ. ശമ്പളം വാങ്ങുന്ന ഞാൻ കൃത്യമായിട്ട് ജോലിയും ചെയ്യണ്ടേ. നീ ഇപ്പൊ ഈ പറഞ്ഞത് മോഹനേട്ടൻ കേട്ടാ വലിയ സന്തോഷാവും. ആഫീസിലുള്ളവരോട് ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും മോഹനേട്ടൻ പറയും, സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ജോലി ചെയ്യാനാണ് എന്ന്. സത്യം പറയാലോ സുലോചനെ, നിന്നെ ഇവിടെ ജോലിക്ക് നിർത്താൻ മോഹനേട്ടൻ സമ്മതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ജോലിക്കാരി എന്ന് കേൾക്കുന്നതേ മോഹനേട്ടൻ അലർജിയാ. എന്തായാലും നിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച കാണിച്ചു, അതെന്റെ ഭാഗ്യം. എന്റെയും. അല്ല ചേച്ചി, ഇതാർക്ക ഇപ്പൊ ചായ? ആ, മോഹനേട്ടന് രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് ആഫീസിൽ പോവാൻ നേരത്ത് മോഹനേട്ടന് ഒരു ചായ നിർബന്ധ. ഓ, ഫോൺ അടിക്കുന്നുണ്ടല്ലോ. മോഹനേട്ടാ, ആ ഫോൺ നടക്കോ? ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ, ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ഈ പ്രൊമ്പോക്കന്റെ ഫയല് ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ സഹദേവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടിയായിരുന്നു? വലിയ സന്തോഷം സാർ. ഇതൊക്കെ എന്റെ ജോലിയല്ലേ സാർ? അതെ അതെ, ഞാൻ എന്ത് ചെയ്താലും വളരെ കൃത്യമായി ചെയ്യുന്ന സാറിന് അറിയാലോ. ചായ. എന്താണ് ചായ? സാറിന് ചായ തരാൻ വക്കീല് പറഞ്ഞു. എനിക്ക് ചായ കൊണ്ടുതരാൻ നിങ്ങൾ ആരാണ്? അല്ല സാർ, ഞാൻ ഇവിടെ പറഞ്ഞ ഭാമയല്ല, ഇത് വേറെ ആളാ, ഒരു ജോലിക്കാരി. ഞാൻ സാറിനെ പിന്നെ വിളിച്ചാൽ മതിയാകുമോ? എന്താ വേണ്ടത്? സാർ ആഫീസിൽ പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ചായ കൂടി കുടിക്കുന്ന ചേച്ചി പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു, അത് നിങ്ങളുടെ കാര്യമില്ല. ഇന്നലെ വൈകുന്നേരത്തിനകം ഭാമയുമായി വഴക്കുണ്ടാക്കി സ്ഥലം വിട്ടുകൊള്ളാമെന്ന് വാക്ക് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 2000 രൂപ വാങ്ങിട്ട് വാക്ക് മാറ്റി പറ്റിച്ച ആളുകള്. സുലോചനയ്ക്കും സുലോചനയെ എന്റെ തലയിൽ കെട്ടിവെച്ച ഉത്തമനും വെച്ചിട്ടുണ്ട്. സാർ ഉത്തമ ചേട്ടനെ കുറ്റം പറയല്ലേ? ഇതൊന്നും ആ പാവം അറിഞ്ഞിട്ട് കൂടിയില്ല. സുലോചനെ, ഉത്തമനായിരിക്കാൻ നോക്കണ്ട, എല്ലാവരും കൂടി എന്നെ ചതിക്കാൻ നോക്കിയായിരുന്നല്ലേ.
എനിക്കൊരു അവസരം കിട്ടും. ആ അത് പ്രതീക്ഷിച്ച് സാർ ഇരിക്കണ്ട. ഞാനേ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോവാന്ന് പറഞ്ഞാലും ചേച്ചി സമ്മതിക്കില്ല സാറേ. പിന്നെ സാർ കൂടുതൽ വാശി പിടിച്ചാൽ ഞാൻ എല്ലാം വിളിച്ചങ്ങ് പറയും. അങ്ങനെ ഉണ്ടായാൽ നഷ്ടമാർക്കാ? സാറിന് തന്നെയാ. പഠിപ്പിക്കണം. ആണെങ്കിൽ അത് വെറുതെ എന്റെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞൂടാ. എന്റെ സ്വഭാവം സാറിനും അറിയില്ല. മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് നിൽക്കുന്ന എന്നോട് കളിക്കല്ലേ സാറേ? ഈ ചായ വേണോ വേണ്ടയോ? വേണ്ട. സുലോചനെ, അയ്യോ, ദേ, ചേച്ചി വിളിക്കുന്നു, ഞാൻ പോട്ടെ. ഇതെന്താ ചായ കുടിച്ചില്ലേ മോനട്ടൻ? സാറിന് ചായ വേണ്ടാന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? ഞാൻ കൊണ്ടുപോയി കൊടുത്തത് കൊണ്ടാണോ ഇഷ്ടപ്പെടാത്തതെന്ന് അറിയില്ല. ഒരു കാര്യം ചെയ്, ചേച്ചി എന്നെ കൊണ്ടുപോയി കൊടുത്തു. അത് കൊള്ളാലോ. നീ ആ ചായ ഇങ്ങതാ, ഞാൻ കൊണ്ടേ കൊടുക്കാം. ഇപ്പം മനസ്സിലായല്ലോ മോഹനേട്ടന്റെ വാശി എന്തൊക്കെ തരത്തിലാണെന്ന്. ഈ മഹാന്റെ കൂടെ ഇത്രയും കാലം കഴിച്ചു കൂട്ടി എന്നെ സമ്മതിക്കണ്ടേ? പിന്നെ നീ ഒന്ന് കടുക് കുടിച്ചിട്ടേക്കണേ. എന്താണ് ഈ ചായ കുടിക്കാതിരുന്നത്? ഇത്രയും കാലം എനിക്ക് ചായ കൊണ്ടു തന്നിരുന്ന ആരാ? നീ. ഇന്ന് നിനക്കതിന് സൗകര്യമില്ല, അപ്പൊ ഇനി ചായ വേണ്ട. ഇതെന്ത് വർത്താൻ എന്റെ മോനട്ടാ? ഇന്നലെ വരെ ഇവിടുത്തെ സകല ജോലിയും ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്തു. ഇന്നിപ്പോ സുലോചനം കൂടി ഇല്ലേ? ജോലി ചെയ്യാനല്ലേ നമ്മളൊക്കെ ശമ്പളം കൊടുക്കുന്നേ. പക്ഷേ എന്റെ കാര്യങ്ങൾ സുലോചന നോക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ എന്തിനാണ് അവളെ ജോലിക്ക് വെച്ചത്? മോനോട് തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത് അവള് നല്ല അടക്കം ഒതുക്കമുള്ള പെണ്ണാണ്, അവളെ നീ ജോലിക്ക് വെച്ചോന്ന്? അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞു പോയത്. എന്ത് പ്രത്യേക സാഹചര്യം? അതുകൊണ്ട് നിന്നോട് പറഞ്ഞ മനസ്സിലാവില്ല. ഇപ്പൊ അവളെ ജോലിക്ക് വെച്ച് കഴിഞ്ഞപ്പോ തോന്നുക വേണ്ടായിരുന്നു. നമുക്ക് അവളെ പറഞ്ഞു വിട്ടാലോ ഒന്ന്. എന്താ മോനോട്ടെ പറയണത്? ഇക്കാലത്ത് സുലോചനയെ പോലെ മര്യാദ ആത്മാർത്ഥതയുള്ള ഒരു വേലക്കാരി നമുക്ക് വേറെ കിട്ടുമോ മോനട്ടാ? ഇന്ന് അടുക്കളയിലെ മിക്കവാറും മുഴുവനും ജോലി ചെയ്ത് അവൾ ഒറ്റയ്ക്കാണ്. പോരാത്തിന് മോഹനയുടെ ഷർട്ട് മുണ്ട് വരെ അവള് തേച്ചു. അവള് തേച്ചാണത്? എനിക്ക് വേണം, ഞാൻ ഇത് ഊരി കളയാൻ പോണം. എനിക്ക് നീ തേച്ചാ മതി. ചുമ്മാ ആവശ്യമില്ലാത്ത വാശി പിടിക്കില്ലേ മോനട്ടാ? സുലോചന വന്നോടെ എനിക്ക് കുറച്ച് സമാധാനമായി. അത് മോഹനന്റെ തീരെ പിടിക്കൂല. എത്ര ശമ്പളം വേണ്ടെന്ന് ചോദിച്ചിട്ട് പോലും ചേച്ചിക്ക് ഇഷ്ടമുള്ള തന്നു എന്നാണ് അവള് പറഞ്ഞത്. അത്രയ്ക്ക് പാവം പെങ്കൊച്ചാ അത്. അവളെ പറഞ്ഞു വിടാന്ന് എന്തേലും മോഹം ഉണ്ടെങ്കിലേ അത് നടക്കൂല. സുലോചനയ്ക്ക് മാസം കൊടുക്കാനുള്ള 6000 രൂപ ഞാൻ അങ്ങ് കൊടുത്തോളാം. ഓ, 6000 രൂപയോ? എത്ര രൂപ നീ പറഞ്ഞത്? 6000 രൂപ. ഈ 6000 രൂപ എന്ന് പറയുന്നത് എത്രയാണ് എന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? ആ നിശ്ചയം എനിക്കുള്ളത് കൊണ്ടാണ് പൈസ ഞാൻ കൊടുത്തോളാം എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ സമ്മതിക്കില്ല. മോഹനേട്ടാ, ഇക്കാലത്ത് നല്ലൊരു ജോലിക്കാരെ കിട്ടാൻ ആളുകൾ 8000-10000 രൂപയൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ട് കിട്ടുന്ന ആളുകളോ ഒരു ജോലി ഒട്ട് ചെയ്യുകയില്ല, ശല്യക്കാരാവുകയും ചെയ്യും. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോ സുലോചന എത്ര ഭേദമാ. എന്തായാലും അവളെ ഇനി ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കൂല. സാറേ, ചോറ്. ഇതും സുലോചന തന്നെയാണ് എടുത്ത്. എന്താ വേണ്ടേ? സുലോചനെ, നീ ഈ കാണിക്കുന്ന ശുദ്ധ തോന്നിയസമാണ്. ഒരു ദിവസത്തെ അഭിനയത്തിന് രൂപ 2000 എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയിട്ട് ഇപ്പൊ ഇവിടെ ജോലിക്കാരിയായി താമസിച്ച് മാസം 6000 രൂപ കൂടി വാങ്ങാനാണോ അത് കരുതിയിരിക്കുന്നത്? ഞാൻ സമ്മതിക്കില്ല. ശമ്പളം കിട്ടുമ്പോ സാറിന്റെ 2000 രൂപ തിരിച്ചു തന്നാ പോരെ? തീർന്നില്ലേ പ്രശ്നം? തീർന്നിട്ടില്ല. ഞാൻ ഈ അതെ സാറേ, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഉത്തമൻ ചേട്ടനോട് പറഞ്ഞാ മതി. എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഉത്തമൻ ചേട്ടനാണല്ലോ. ഞാൻ വെച്ചിട്ടുണ്ട്. ഹലോ, ആ അതെ ഉത്തമനാണ്.
അയ്യോ ബാബുരാജ് ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങള്? പ്രഭാര സാറിന്റെ 20 സെന്റ് സ്ഥലം വാങ്ങിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞ്. നമ്മളുടെ അടുത്തൊന്നും പറഞ്ഞില്ല അല്ലേ? നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? പോക്കോരോ? അയ്യോ ബാബുലൻ ചേട്ടാ, പോക്കോരോ നടത്താൻ ചേട്ടൻ തന്നെ നേരിട്ട് വില്ലേജ് കൊടുത്താൽ മതി. സംഗതി ശരിയാണ്, ഞാനും മോഹനേന്ദ്ര സാറും തമ്മിലൊക്കെ വലിയ അടുപ്പമാണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യം കാരണം അടുത്ത ഒരാഴ്ചത്തേക്ക് എനിക്ക് വില്ലേജ് ഓഫീസിന്റെ ഭാഗത്തോട്ടേ പോകാൻ പറ്റൂല. ഞാൻ ബാബുലൻ ചേട്ടന്റെ അപേക്ഷയും കൊണ്ട് ഇന്ന് വില്ലേജ് ഓഫീസിലോട്ട് ചെന്ന ഈ നൂറ്റാണ്ടിൽ പോക്കോരോ നടക്കില്ല എന്ന് മാത്രമല്ല, എന്റെ കാര്യം പോക്കാവുകയും ചെയ്യും. ഇത്തവണ ബാബുലൻ ചേട്ടൻ തന്നെ കൈകാര്യം ചെയ്താൽ മതി. അടുത്ത തവണ നമുക്ക് ശരിയാക്കാന്ന്. ഓ ശരി 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 ശരി. ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലേ, നല്ല രസമായിരിക്കും. ഉത്തമൻ വില്ലേജ് ഓഫീസിലേക്ക് വന്നില്ലെങ്കിലും നല്ല രസമായിരിക്കും. അയ്യോ ഇതാരാ? മോഹനേന്ദ്ര സാറോ? അയ്യോ സാറേ, പിന്നെ ഞാൻ സാറിനെ പറ്റി ബാബുലൻ ചേട്ടനോട് സംസാരിക്കായിരുന്നു ഫോണില്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? എന്താ? അല്ല വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്ന് വിശേഷം വിശേഷം അറിഞ്ഞിട്ടല്ലേ? ഉത്തമൻ ഒരാള് കാരണമാണ് ഞാൻ ഈ കുടുക്കി ചെന്ന് ചാടിയത്. എങ്ങനെയെങ്കിലും സുലോചനയെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ ഉത്തമം വിവരാണ്. അല്ല സാറേ, ഇതിപ്പോ ഞാനിപ്പോ എങ്ങനെ അവളെ വിളിച്ചോണ്ട് പോവും? സുലോചന ഇങ്ങനെ കാലുവാരി കളയുന്നു ഞാനും വിചാരിച്ചില്ലല്ലോ. അതൊരു കേരള അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നാടക നടിയെ വിളിച്ചോണ്ട് വരാനാണ് ഞാൻ ഉത്തമനോട് പറഞ്ഞത്. പക്ഷെ ഉത്തമൻ കൊണ്ടുവന്ന ആരെയാ? അവക്ക് നാടകം അറിയില്ല, ഒരു ചുക്കും അറിയില്ല. വീട്ടുജോലിയെങ്കിൽ വീട്ടുജോലി എന്ന് പറഞ്ഞ് ബാമയുടെ മുന്നില് നല്ല പുള്ള ചമഞ്ഞ് അവിടെ അങ്ങോട്ട് താമസം തുടങ്ങിയിരിക്കുക. സാറേ സാറേ, ഇതിപ്പോ ഞാൻ ചെന്ന് സുലോചനെ വിളിച്ചാൽ തന്നെ അവള് ചിലപ്പോ വന്നില്ലെങ്കിലാ. ഇനിയിപ്പോ അവള് വരാൻ തയ്യാറായെങ്കിലും വക്കീൽ അവളെ വിടുമെന്നുള്ള കാര്യത്തിൽ എന്താണ് ഉറപ്പ്? അത് മാത്രമല്ല സാറേ, ഞാൻ കൂടുതൽ വാശി കാണിച്ചാലേ അവള് കഥ എല്ലാം വക്കീലിനോട് പറയുകയും ചെയ്യും. പിന്നെ സാറിന് വീട്ടിൽ കയറാനും പറ്റൂല, എനിക്ക് വക്കീലിന്റെ മുമ്പിൽ ചെല്ലാനും പറ്റൂല എന്ന് പറയാൻ പോലോ. ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ. എത്രയാലും ചോദിക്കുന്നത് ഭാമയാണെങ്കിൽ അവക്ക് മാസം 6000 രൂപ ശമ്പളം കൊടുക്കാനാണ് പരിപാടി. അയ്യോ അത് ഒരുപാട് കൂടുതലാണ്, അത്രയൊന്നും കൊടുക്കല്ലേ സാറേ. എന്നെ അവരുടെ ശമ്പളം കുറയ്ക്കാനല്ലേ പറഞ്ഞത്? വീട്ടിൽ നിന്ന് വഴി പറഞ്ഞതാ. സാർ ഇങ്ങനെ ഒച്ച വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ചോദിച്ചു സംസാരിച്ച എന്തെങ്കിലുമൊക്കെ ഒരു വഴി തെളിയും. അതുവരെ സാർ ഒന്ന് ക്ഷമിക്കണം. ഈ ലോകത്ത് പരിഹാരമില്ലാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാനേ ശരിക്കൊന്ന് ആലോചിക്കട്ടെ. എങ്ങനെയെങ്കിലും നമുക്ക് സുലോചനെ വീട്ടിൽ നിന്ന് ഇറക്കാം സാറേ. സാറിങ്ങനെ വെപ്രാളപ്പെടരുത്. എന്റെ മനസ്സിൽ എന്തൊക്കെയോ ചില വഴികൾ തെളിയുന്നുണ്ട്. സുലോചനെ എന്ത് പറഞ്ഞ് സോപ്പിടുമെന്ന് ആലോചിക്കുമ്പോ നോക്കട്ടെ സാർ, എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും. സുലോചനയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാതെ ഇനി ഒരു കാര്യത്തിനും ഉത്തമൻ എന്നെ കാണാൻ വരരുത്. വീട്ടിലോ വില്ലേജ് ഓഫീസിലോ വന്ന് എന്താവശ്യം പറഞ്ഞാലും ഞാൻ സാധിച്ച് തരില്ല. തരില്ല. ഈശ്വര പ്രതിവാലായല്ലോ. അവളെ എന്ത് പറഞ്ഞു സോപ്പിടും? അത് തന്നെ, ആ നമ്പറിൽ അവള് വീഴും. ഇതിനിപ്പൊ മാറ്റി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി കളയാം. സുലോനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമസ്കാരം. എനിക്കെന്ത് വിശേഷം ഉത്തമൻ ചേട്ടാ, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്തൊരു മര്യാദക്കാരി. ഇവിടെ ഒരു കാരണമാണ് മോനേഷ് സാർ എന്റെ ചീട്ട് കീറിയത്. എന്താ ഉത്തമൻ ചേട്ടാ? ഒന്നുമില്ല. വക്കീലില്ലേ ഇവിടെ? ചേച്ചി അപ്പുറത്ത് എന്തോ ചെയ്യാ? വിളിക്കണോ? വേണ്ട 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 വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ.
പിന്നെ ഞാൻ വന്നതേ നിനക്കൊരു ഉഗ്രം കോള് വന്നിട്ടുണ്ട്. എന്ത് കോള്? നമ്മുടെ പുരുഷോത്തമ ചേട്ടന്റെ നാടക കമ്പനിയെ പുതിയൊരു നാടകം തുടങ്ങാൻ പോവുകയാണ്. ഭയങ്കര സെറ്റപ്പിലാ. ഇന്ന് രാവിലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് കണ്ടപ്പോഴാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നാളെ തന്നെ റിഹേഴ്സൽ തുടങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ് അവര്. അതിന് പുരുഷോത്തമ ചേട്ടൻ ഇതുവരെ നായികയെ കിട്ടിയിട്ടില്ല. എന്നെ കണ്ടപ്പോ ചോദിച്ചു, ഉത്തമ പരിചയക്കാരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോഴാണ് ഞാൻ നിന്റെ കാര്യം ആലോചിച്ചത്. ഞാൻ നായിക? എടി, ഇത്രയും കാലം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് നടന്നില്ലേ, ഇനി നായികയായി നന്നാവാൻ നോക്ക് നീ. പുരുഷോത്തമ ചേട്ടന്റെ നാടകത്തിൽ നായികയായാ പിന്നെ നീ ആരാ? ജീവിതത്തിൽ പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരികേയില്ല. എന്റെ പൊന്നുത്തമൻ ചേട്ടാ, ചേട്ടൻ ഈ പറഞ്ഞത് വിശ്വസിക്കണമെങ്കിലേ ഞാൻ പൊട്ടിയായിരിക്കണം. പുരുഷോത്തമൻ ചേട്ടൻ എന്തായാലും എന്നെ നായികയാക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിപ്പം മോഹനകൃഷ്ണൻ സാറ് പറഞ്ഞു വിട്ടതാണ് ഉത്തമൻ ചേട്ടനെ. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനേ അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യും, ചേട്ടന്റെ പാട് നോക്കി പോവാൻ നോക്ക്. ഇല്ലെങ്കിലേ ഞാൻ ചേച്ചിയോട് സത്യം മുഴുവൻ വിളിച്ചു പറയും. നീ എന്താണ് സുലോചന ഇങ്ങനെ പറയുന്നത്? സുലോചന എന്നെ വിശ്വാസമല്ലേ? ഇല്ല. ഉത്തമ, ഒന്നുമില്ല, ഞാൻ ഈ സുലോചന ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അല്ല, ഞാനായിട്ട് ഇവളെ ഇവിടെ കൊണ്ടുവന്നാക്കിട്ടെ ഇവള് ജോലിയൊക്കെ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. പിന്നെ ഈ പെണ്ണ് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ വക്കീൽ എന്റെ അടുത്തല്ലേ ചോദിക്കുള്ളൂ. അവളെ കൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ ഉത്തമച്ചല്ലേ? എന്നാ പിന്നെ പോവല്ലേ? ശരി. സുലോനേ, ഓട്ടാ. എന്നാ പിന്നെ പോവാ. പിന്നെ പൊക്കോളാം. അയ്യോ, പോണേ. കാഞ്ഞില സാർ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇനി സുശീലെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അപകടം. ഞാൻ എന്ത് ചെയ്യാനാ പ്രഭേ? അവള് പറഞ്ഞു വിടുന്ന കാര്യം പറയുമ്പോ ഞാനും പ്രഹ്ലാദം ചേട്ടൻ തമ്മിൽ ഭയങ്കര വഴക്കാ. കാര്യങ്ങൾ ഇങ്ങനെ തലകുത്തി മറിയുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഒക്കെ കാഞ്ഞില സാറിന്റെ ശ്രദ്ധ കുറവാ. അല്ലെങ്കിൽ ചെറുപ്പക്കാരിയെ വേലക്കാരിയെ വീട്ടിൽ നിർത്തുന്നത് ശരിയല്ല. എത്ര സ്നേഹമുള്ളവനാണെന്ന് പറഞ്ഞാലും ഭർത്താവ് എന്ന് പറയുന്ന കോന്തൻ ഒരാണാണല്ലോ. ആണുങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല. അതെന്താ പ്രൊഫസർ ആണുങ്ങൾ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത്? അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? ശിശുപാലൻ ചേട്ടൻ കഥകളൊന്നും അറിഞ്ഞില്ലല്ലോ. ഇല്ല. കാഞ്ഞില സാറിന്റെ വീട്ടിലെ വേലക്കാരി സുശീല ഒന്നും അനുസരിക്കൂല. അവളെ പറഞ്ഞു വിടാൻ നോക്കിയിട്ട് പോകുന്നില്ല എന്നൊക്കെ അന്ന് പറഞ്ഞില്ലേ? സുശീലയെ കൊണ്ടുള്ള ഉപദ്രവം കൂടിയപ്പോ 3 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരമായി കൊടുത്തിട്ടാണെങ്കിലും അവളെ പറഞ്ഞു വിടാൻ കാഞ്ഞില സാർ തീരുമാനിച്ചു. സംഗതി വീട്ടിൽ പറഞ്ഞോടെ ജോലി പോകുന്ന കാര്യം സുശീലയ്ക്ക് ഉറപ്പായി. അതോടെ അവൾ അടവ് മാറ്റി. പ്രഹ്ലാദൻ സാറിന്റെ അടുത്ത് കൊഞ്ചലായി, ചിരിയായി, കളിയായി. പ്രഹ്ലാദ് സാർ അതിൽ വീണു. ആണെങ്കില് പിന്നെ അങ്ങനെയല്ലേ ശിശുപാലൻ ചേട്ടാ? സുശീല അത്യാവശ്യം സുന്ദരിയായ ഒരു പെണ്ണ. അവള് കൊഞ്ചിക്കൊഴിഞ്ഞ് വർത്താനം പറഞ്ഞപ്പോ പ്രഹ്ലാദൻ ചേട്ടൻ തലകുത്തി അതിൽ വീണു. ഇപ്പൊ സുശീല പറഞ്ഞു വിടാൻ സാറ് സമ്മതിക്കുന്നില്ല. ഈ ലോകത്ത് വേറെ എന്തും ഞാൻ സഹിക്കും. പക്ഷെ പ്രഹ്ലാദൻ ചേട്ടൻ വേറൊരു പെണ്ണുമായി കൊച്ചി കൊഴിയുന്നത് തൊട്ട് തലോടുന്നത് കണ്ടാൽ ഞാൻ എങ്ങനെ സഹിക്കും? ഞാനെന്നല്ല, വേറെ ഏതെങ്കിലും പെണ്ണിനെ അത് സഹിക്കാൻ പറ്റുമോ? എന്റെ കെട്ടിയവളാണെങ്കിലേ വെട്ടുകത്തി എടുത്തേനെ. അല്ല, കാഞ്ചന സാർ എന്താ ഒക്കെ കണ്ടും കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നേ? ഞാൻ പറയാന്നിടത്തോളം പറഞ്ഞു. പക്ഷെ പ്രഹ്ലാദൻ ചേട്ടൻ കേക്കണ്ടേ? സുശീലയെ പറഞ്ഞു വിട്ടിട്ട് ഒരു കാര്യം വേണ്ടെന്നാ ഇപ്പൊ പറയുന്നേ. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യ ശിശുപാലൻ ചേട്ടാ. അവളെ പറഞ്ഞു വിടാ ഒരു വഴി പറഞ്ഞതാ.
പ്രഹ്ലാദ് സാറിന്റെ അമ്മയുണ്ടല്ലോ, അവരോട് സാറ് കാര്യം പറ. അമ്മയെ അവള് വശത്താക്കി വെച്ചേക്കുവാ. ആണോ? ഒക്കെ എന്റെ തോന്നലെന്നാ അമ്മയും പറയുന്നത്. അയ്യോ, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശശിപാലൻ ചേട്ടാ. സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ ഭാര്യ സ്വാർത്ഥതയാവുന്നത് തെറ്റാണോ? ഒരിക്കലും അല്ല. എങ്ങനെയെങ്കിലും സുശീലെ പുറത്താക്കുള്ള വഴി നോക്കിയേ പറ്റൂ കാഞ്ചന സാറേ. ഇല്ലെങ്കിലേ അവസാനം കാഞ്ചന സാർ പുറത്താവും. ഇത് കൈവിട്ട കളിയാ. കൈവിട്ട കളി ഒന്ന് കളിച്ചു നോക്കിയാലോ? ഉം. ഉം. സുലോചനെ, സാറോ? സാറെന്താ ഈ നേരത്തെ? സമയം 3 മണിയല്ലേ ആയുള്ളൂ? ഞാനിന്ന് കുറച്ചു നേരത്തെ ആഫീസിൽ നിന്ന് ഇറങ്ങി. അയ്യോ, സാധാരണ സാറ് കൃത്യം 5:15 വരുന്നതെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, പക്ഷേ അതൊക്കെ സാധാരണ ദിവസമാണല്ലോ. പക്ഷെ ഇന്ന് സാധാരണ ദിവസമല്ലല്ലോ. അതെന്താ? സുലോചന ഇവിടെ ജോലിക്ക് വന്ന ദിവസം മുതൽ ആഫീസിൽ ഇരിക്കുമ്പോ എനിക്ക് സുലോചനെ ഓർമ്മ വരിക. ഇന്ന് അങ്ങനെ ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങ് വന്നത്. എനിക്കറിയാം സാറ് കള്ളം പറയുവാന്ന്. എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടാനല്ലേ സാറ് നോക്കുന്നത്? സാറിനോട് പറഞ്ഞ വാക്ക് തെറ്റിച്ച് ഞാൻ ഇവിടെ ജോലിക്ക് നിൽക്കുന്നോണ്ട് സാറിനോട് ദേഷ്യമുണ്ടെന്നൊക്കെ എനിക്കറിയാം. അത് ഞാൻ ഭാമയെ കാണിക്കാൻ വേണ്ടി വെറുതെ ചെയ്യുന്നത്. സത്യം പറഞ്ഞ സുലോചനുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം. സത്യം? സത്യം. എങ്കിലും എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യേ. അതല്ല, അല്ലാതെ സത്യം ചെയ്യാലോ. ഈ സാറിന്റെ ഒരു കാര്യം, ആ കൈ ഇങ്ങോട്ട് താ സാറേ. ഞാൻ കൈ പിടിച്ച എന്താ പറ്റുന്നത് നോക്കട്ടെ. എന്താ നീ കാണിച്ചത്? അയ്യോ, ചേച്ചിയായിരുന്നോ? അല്ല, ചേച്ചി എപ്പോഴാ വന്നേ? ഞാൻ വരുമെന്ന് നീ കരുതിയില്ലല്ലേ? നീ ആള് കൊള്ളാലോ. എന്റെ പാവ മോഹനേട്ടനെ വഴിതെറ്റിക്കാൻ നോക്കുന്ന ദുഷ്ടായി. ഈ നിമിഷം നീ ഇവിടെ ഇറങ്ങിക്കൊള്ളാം. അല്ല ചേച്ചി, ഞാൻ എനിക്കൊന്നും കേക്കണ്ട. ഇപ്പൊ നീ ഇവിടെ ഇറങ്ങിക്കൊള്ളാം. ഇല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ കാണുവേ. ഇറങ്ങണ ഇവിടുന്ന്. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുമെന്നാണല്ലോ പ്രമാണം. ഈ വഴി തന്നെ നോക്കാം. ഭഗവാനേ കാത്തോളണേ. ഉത്തമൻ എന്നെ സഹായിച്ചേ പറ്റൂ. ഈ ആഴ്ച കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യം പോക്കാം. നിനക്ക് മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ രാജീവേ? എനിക്ക് മോഹനേഷ് സാറിന്റെ അടുത്ത് പോകാൻ പറ്റൂലെന്ന്. ഞാൻ സാറ് തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഏയ്, നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്നാണല്ലോ നാട്ടുകാർ പറയുന്നേ. അടുപ്പത്തിലായിരുന്നു, പക്ഷേ ഇപ്പൊ കാര്യങ്ങൾ അത്ര പന്തിയല്ല. ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. അല്ല, എന്റെ അമ്മച്ചോ, മോഹനേഷ് സാറല്ലേ വരുന്നത്? ഇയാളെന്ത് ഈ നേരത്ത്? നേരെ ഉച്ചയല്ലേ ആയുള്ളൂ. രാജീവേ, നീ പെട്ടെന്ന് പൊയ്ക്കോ. നീ എന്റെ അടുത്ത് സംസാരിക്കുന്നത് അയാൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നിന്റെ സർട്ടിഫിക്കറ്റ് അയാൾ തരൂല്ല. നീ പൊയ്ക്കോ. ഓ, പോടാ പോടാ. പോ പോ. അയ്യോ, നമസ്കാരമുണ്ട് സാർ. സാറിനാണ് ഈ നേരത്തെ ഉച്ചക്ക് സുലോചനയെ പറഞ്ഞു വിടാനുള്ള ബുദ്ധി കണ്ടുപിടിക്കാമെന്ന് ഉത്തമൻ പറഞ്ഞിട്ട് എന്തായി? ഒരു ബുദ്ധി ഞാൻ കണ്ടുപിടിച്ചു സാറേ, പക്ഷേ അത് ചീറ്റിപ്പോയി, ചെലവായില്ല. അതെന്താ? അതൊക്കെ ഉണ്ട്. ഇനിയിപ്പം കാര്യം നടക്കാത്ത സ്ഥിതിക്ക് അത് പറഞ്ഞിട്ട് എന്തോന്ന് കാര്യം? പിന്നെ സാറ് നേരത്തെ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. ഭാമ വരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലേക്ക് എത്തണം. സുലോചന വിരട്ടി ഓടിക്കാനാണോ പരിപാടി? അല്ല, പിന്നെ സുലോചനയെ പ്രേമിക്കാൻ. എന്ത്? ഞാൻ
സുലോചനയെ പ്രേമിക്കാൻ പോകുന്നു. ഞങ്ങൾ അങ്ങനെ പ്രേമിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഭാമ വരും. അതോടെ ഭാമയുടെ സ്വഭാവം മാറും. അവൾ സുലോചനയെ വീട്ടിൽ നിന്ന് പുറത്താക്കും. സാറ് കാര്യമായിട്ടാണ് പറയുന്നേ? അതെ, എന്തൊക്കെ പറഞ്ഞാലും ഭാമ ഒരു പെണ്ണല്ലേ. സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിനോട് കൊഞ്ചി കൊഴയുന്നത് ഒരു പെണ്ണും സഹിക്കില്ല. അവൾ പ്രതികരിക്കും, സുലോചന പുറത്താകും. നോക്കൂ. ഇത് കൈവിട്ട കളിയാണല്ലോ. എന്തെങ്കിലും ആവട്ടെ, സാറിന് മിടുക്കുണ്ടെങ്കിൽ അവളെ പറഞ്ഞു വിടട്ടെ. നമ്മളെ തലേന്ന് ഒഴിയണേ. ഭാമ വന്നിട്ടില്ല. സുലോചനെ, അയ്യോ സാറോ? സാറെന്താ ഈ നേരത്ത്? സത്യം പറയാല്ല സുലോചനെ, ആഫീസിൽ ഇരുന്നപ്പം മുഴുവൻ ഞാൻ നിന്നെ പറ്റി ആലോചിച്ചു. അങ്ങനെ കുറെ നേരം നിന്നെ പറ്റി ആലോചിച്ചിരുന്നപ്പോ ഇവിടെ ഒന്ന് നിന്നെ കാണണമെന്ന് തോന്നി. എന്നോട് ജോലിന്ന് പിരിഞ്ഞു പോകാൻ പറയാനല്ലേ? അല്ല, അത് വെറുതെ ഭാമയെ കാണിക്കാനുള്ള എന്റെ അടവായിരുന്നു. സത്യം പറഞ്ഞാൽ സുലോചന ഉണ്ടാക്കുന്ന ചായയും എനിക്കിഷ്ടമാണ്, സുലോചന തേക്കുന്ന ഷർട്ടും എനിക്കിഷ്ടം. പക്ഷെ ഞാൻ സത്യം തുറന്നു പറഞ്ഞാൽ അവൾ എന്നെ സംശയിച്ചാലോ? ഞാനിപ്പോ സുലോചനയെ കാണാൻ വേണ്ടി മാത്രമാണ് ആഫീസിൽ നിന്ന് ഇവിടം വരെ വന്നത്. എന്നും വരുന്നത് പോലെ 5:15 വന്നാൽ ഭാമ ഇവിടെ കാണും. അപ്പോ നമുക്ക് സ്വകാര്യമായി സംസാരിക്കാൻ പറ്റില്ലല്ലോ. സാറിപ്പോ എന്നെ ഒറ്റയ്ക്ക് കാണാൻ വന്നതാണോ? അതെ. മോഹനേട്ടൻ എങ്ങനെ ഇത്ര നേരത്തെ വന്നത്? ഞാൻ എന്നെ കാണാൻ വേണ്ടി കുറച്ച് നേരത്തെ വന്നതാ. എന്നെ കാണാൻ വന്നതാണെങ്കിൽ ഞാൻ ഉള്ളപ്പോഴല്ലേ മോഹനേട്ട വരേണ്ടത്? ഞാൻ ഇല്ലാത്ത നേരം നോക്കി വന്നത് എന്തിനാ? എന്താണെന്ന് ചോദിച്ചാ എനിക്കെല്ലാം മനസ്സിലായി മോഹനേട്ട. മോഹനേട്ടൻ ഇത്തരക്കാരാന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലട്ടോ. കൃത്യസമയത്ത് ഞാൻ വന്നുകൊണ്ട് എല്ലാം അറിയാൻ പറ്റി. ഇല്ലായിരുന്നെങ്കിലോ? നീ അങ്ങനെ പറയല്ലേ, നീ വിചാരിക്കുന്ന പോലെ നടന്നിട്ടില്ല. ആ കുട്ടി വെറുതെ നിലവിളിച്ചതാ. സത്യത്തിൽ എന്താ സംഭവിച്ചത് ഞാൻ പറയാം. അതായത് എനിക്കെല്ലാം അറിയാം മോഹനേട്ടാ. നീ കരുതുന്ന പോലെ അല്ല. ഞാൻ കരുതുന്ന പോലെ തന്നെയാണ്. എന്നെ പറ്റിക്കാനായി ഉത്തമനും മോഹനേട്ടനും കൂടി വേലക്കാരുടെ വേഷം കെട്ടിച്ചുകൊണ്ട് വന്ന സുലോചന എന്ന നാടക നടിയാണ് ഇപ്പോ അടുക്കളയിൽ നിൽക്കുന്നത്. സുലോചന ഒക്കെ എന്നോട് പറഞ്ഞു.
അവളുടെ വീട്ടിൽ നിന്ന് ആളന്വേഷിച്ചു വന്നുകൊണ്ട് ഇന്ന് തന്നെ പോകാൻ അവൾ തീരുമാനിച്ചിരിക്കുക. പോകുന്ന കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ബാക്കി സത്യവും കൂടി അവൾ എന്നോട് പറഞ്ഞു. അത് പറഞ്ഞോ? എല്ലാം കേട്ട് കഴിഞ്ഞ് ഞാൻ മുറിച്ചെന്ന് ഡ്രസ്സ് മാറാൻ തുടങ്ങുമ്പോഴാണ് മോഹനേട്ടൻ താഴെ റോട്ടിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടത്. അപ്പൊ പിന്നെ മോഹനേട്ടനെ അങ്ങനെ അങ്ങ് വെറുതെ വിട്ടാ പറ്റില്ലല്ലോ എന്ന് ഞാനും കരുതി. സുലോചനയോട് വിളിച്ചു കൂകി ഒച്ച ഉണ്ടാക്കാൻ പറഞ്ഞത് ഞാനാണ്. പേടിച്ചുപോയോ? അങ്ങനെയൊന്നും പേടിച്ചൊന്നുമില്ല. ഉത്തമന്റെ കൂട്ടുപിടിച്ച് എന്നെ പറ്റിച്ചതിനുള്ള ശിക്ഷയായിട്ട് ഇത് കൂട്ടിയാൽ മതി. മേലിൽ ഇമ്മാതിരി വേണ്ടാതിനം കാണിക്കരുത്. ഇല്ല, ഇനി എന്നെ കൊന്നാലും ഞാൻ അങ്ങനെയൊന്നും കാണിക്കില്ല. അതെ, ഇനി ആ ശ്വാസം ശരിക്കും വലിച്ചു വിട്ടേ. ഹൃദയ സമ്പന്നം വല്ല വന്ന് ചത്തുപോയല്ലോ. പേടിച്ചു പോയോ? ഞാനും പേടിച്ചൊന്നുമില്ല. അയ്യോ! അയ്യോ! പേടിച്ചില്ലേ? ഇപ്പൊ പേടിച്ചു. ഭർത്താവിനെ സത്യഭാമയോളം മനസ്സിലാക്കിയ ഒരു ഭാര്യ ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യത്തിനിറങ്ങുമ്പോൾ കുറുക്കുവഴികൾ അന്വേഷിച്ച് ശീലിച്ചു പോയ വില്ലേജ് ഓഫീസർക്ക് ഭാര്യയുടെ മനസ്സിലിരിപ്പ് മനസ്സിലാവില്ല. എന്തായാലും സുലോചന എന്ന തലവേദന ഒഴിഞ്ഞുപോയ നിലയ്ക്ക് മോഹനകൃഷ്ണന് സമാധാനം ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.